കൊലയാളിയും കൊല ചെയ്യപ്പെട്ട ആളും തമ്മിൽ കൊലപാതകം നടക്കുന്നതിന് മുമ്പായിട്ട് സ്ട്രഗിൾ ഉണ്ടാകും, പിടിവലി ഉണ്ടായിരുന്നു. ഈ വലത് കൈക്കുള്ളിൽ മുടി വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ കൊലയാളിയുടെ മുടിയാകണം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗോൾഡൻ എവിഡൻസാണ്. ഇത് അവരാരും കളക്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് കളക്ട് ചെയ്തില്ല? അത് കളക്ട് ചെയ്ത് DNA പരിശോധനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആരാണ് പ്രതിയെന്ന് അപ്പം പറയാൻ പറ്റും. ഇത് ഈ ആയുധങ്ങളിലൊന്നും തന്നെ ഫിംഗർ പ്രിൻ്റ്, പ്രതിയുടെ ഫിംഗർ പ്രിൻ്റുകളൊന്നും ഒരു ആയുധത്തിലും ലളിത ജെയിനിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്നും കിട്ടിയെന്നാണ് പോലീസിൻ്റെ കേസ്. ലളിത ജെയിനിനെ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് എപ്പോൾ ആര് പൊതിഞ്ഞു? സർ, ഇത് ആരുടെ മുടിയെന്ന്? കയ്യിൽ സ്വാഭാവികമായിട്ടും മുടി വന്നെങ്കിൽ അതൊരു തെളിവല്ലേ? അതെ, അതാണ് ഞാൻ പറയുന്നത്. അതായത് ഇൻക്വസ്റ്റ്, ലളിത ജെയിൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഇടത് കയ്യിൽ ഡിഫൻസും ഉണ്ട്. അതായത് ചെറുവിരലുകൾ അറ്റുപോയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിൽ പറയുന്നത് ഡിഫൻസ് ഉണ്ടെന്നാണ്. അതായത് ഒരാൾ നമ്മളെ വെട്ടുമ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ വിരൽ അറ്റുപോകും. ആയുധങ്ങൾ കൊണ്ട് വെട്ടുകയാണെങ്കിൽ അതിന് ഡിഫൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡിഫൻസ് കൊണ്ട് ഇടത് കയ്യിലുണ്ട്. വലത് കൈക്കുള്ളിൽ ഒരു കെട്ട് മുടിയുണ്ട്. മുടി എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഡിഫൻസ് കൊണ്ടുമുണ്ട്, വലത് കയ്യിൽ മുടിയും ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ കൊലയാളിയും കൊല ചെയ്യപ്പെട്ട ആളും തമ്മിൽ കൊലപാതകം നടക്കുന്നതിന് മുമ്പായിട്ട് സ്ട്രഗിൾ ഉണ്ടാകും, പിടിവലി ഉണ്ടായിരുന്നു. ഈ വലത് കൈക്കുള്ളിൽ മുടി വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ കൊലയാളിയുടെ മുടിയാകണം. സാർ, നീളമുള്ള മുടിയായിരുന്നു അതോ നീളം കുറഞ്ഞ? അതിനെക്കുറിച്ച് പോലീസുകാർ പ്രത്യേകിച്ചൊന്നും ഒരു കെട്ട് മുടിയുണ്ട് എന്ന് മാത്രമേ ഇൻക്വസ്റ്റിൽ പറഞ്ഞു. ഞാൻ ക്രോസ് എക്സാമിനേഷൻ ചെയ്തപ്പോൾ ചോദിച്ചു, അത് അല്പം നീളമുള്ള മുടി തന്നെയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സീൻ ഓഫ് ക്രൈമിൽ വരുമ്പോൾ ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോഴത്തേക്ക്, അന്ന് ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോഴത്തേക്ക് കേരളത്തിലെ പ്രഗത്ഭരായ, ഇത്രയും സെൻസേഷണലായിട്ടുള്ള ഒരു സ്ഥലത്താണ് അവിടെ ഈ സംഭവം നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വസതിക്ക് സമീപമാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പ്രഗത്ഭരായ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കാനും മറ്റു കാര്യത്തിനും അവിടെ വന്നത്. മാത്രമല്ല അവിടെ ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഫോറൻസിക് ഡോക്ടർമാർ ഉണ്ടായിരുന്നു, സയൻറ്റിസ്റ്റുകളുണ്ടായിരുന്നു. എല്ലാവരും ഒരു വൻ പട തന്നെ, ഒരു വൻ സന്നാഹം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇവർക്കാർക്കും ഈ പ്രതിയിലേക്ക് എത്തുവാൻ വേണ്ട ഏറ്റവും നിർണായകമായ ഒരു ഗോൾഡൻ എവിഡൻസാണ് ഈ കൊല ചെയ്യപ്പെട്ട ആളിൻ്റെ കൈക്കുമ്പിളിലിരിക്കുന്ന മുടി, നഖത്തിനുള്ളിലിരിക്കുന്ന തൊലി, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗോൾഡൻ എവിഡൻസാണ്. ഇത് അവരാരും കളക്ട് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് കളക്ട് ചെയ്തില്ല? അത് കളക്ട് ചെയ്ത് DNA പരിശോധനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആരാണ് പ്രതിയെന്ന് അപ്പം പറയാൻ പറ്റും. പക്ഷെ ആദ്യ റിപ്പോർട്ടിലാണ് ഇങ്ങനെ കയ്യിൽ ഇന്നതുണ്ടായിരുന്നു എന്ന് ആദ്യം പോലീസുകാർ ബോഡി അറിയുള്ളൂ. ഇപ്പൊ സാറ് പറഞ്ഞാലും സാറ് അറിയണമെന്നുണ്ടെങ്കിലും കൈക്കകത്ത് മുടിയുണ്ട് പോലീസ് എഴുതിയല്ലേ ഉള്ളൂ. ലളിത ജെയിൻ്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പോലീസുകാർ തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് അതുള്ളത്. ആ മുടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ആ ചോദ്യത്തിന് ഇതുവരെ മറുപടിയില്ല. അത് തെളിവിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ. അതായത് സാധാരണഗതിയിൽ ഈ ബാലരമയിലും മറ്റേ കോട്ടയം പുഷ്പനാഥിൻ്റെയും മറ്റേ ബാറ്റൻ ബോസിൻ്റെയും ഈ കുറ്റാന്വേഷണ കഥകൾ വായിച്ച ഒരു എക്സ്പീരിയൻസ് എങ്കിലും ഈ പൊട്ടന്മാരായ അന്വേഷണ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ മുടി കൊണ്ടുപോയി അപ്പോൾ ഇത് ഫോറൻസിക് ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞാൽ മുടി കളക്ട് ചെയ്ത് DNA ടെസ്റ്റ് നടത്താമായിരുന്നു. പക്ഷെ അതുപോലും ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? ആരെ സഹായിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യാത്തത്? ഇതിന് ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല. സ്വാഭാവികമായിട്ട് എനിക്കൊരു ചോദ്യം വരും കേട്ടോ. ഇത്രയും അങ്ങ് കോടതിയിൽ ഇതൊക്കെ വാദമുഖങ്ങൾ ഉന്നയിക്കുമ്പോൾ ജഡ്ജി അതിൽ ഇടപെടാറില്ലേ? ജഡ്ജി എനിക്കറിയില്ല, കോടതി സെഷൻസ് കേസിൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ജഡ്ജി പരമാവധി ജഡ്ജിക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളും പറയുന്ന ഉത്തരങ്ങളും എഴുതാനും മാത്രമുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ മറ്റു കാര്യങ്ങളിലോട്ട് ഇടപെടുക എന്ന് പറയുന്നത് ഈ ജഡ്ജ്മെന്റ് പറയുമ്പോൾ മാത്രമേ ഇടപെടുള്ളൂ. നമ്മൾ സിനിമയിലെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വാദമുഖങ്ങൾ വരുമ്പോൾ
അത് നോക്കി എന്താ ചെയ്യാത്തതെന്നെങ്കിലും ചോദിക്കില്ലേ? അല്ല, അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയെങ്കിലും ചെയ്തുകൂടി. സിനിമയിൽ കാണുന്നതും ഈ യഥാർത്ഥ കോടതിയിലുള്ളതും തമ്മിൽ വളരെ വ്യത്യാസമാണ്. ഞങ്ങൾ സാധാരണ മനുഷ്യരായിട്ട് അറിയില്ല അത്. സിനിമയില് ഈ പറയും പോലെ 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ ഈ കൊലപാതകം നടന്നു, പ്രതിയെ കണ്ടെത്തി, അന്വേഷണവും പൂർത്തിയാക്കി, വിധിയും പറയും. അതുപോലെയല്ല യഥാർത്ഥ കോടതിയിലെ നടപടിക്രമങ്ങൾ. ജഡ്ജി ദൃശ്യം 3 വരുന്നുണ്ട്, ദൃശ്യം 2ഉം 1 നമ്മൾ കണ്ട് തൊഴിലടിച്ചിരിക്കുകയാണ്. അപ്പൊ ദൃശ്യം 3ഉം വരുന്നത്. അപ്പം അതിലൊക്കെ പെട്ടെന്ന് 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. അല്ല, അതുപോലെ നമുക്ക് യഥാർത്ഥ കോടതികളിൽ അങ്ങനെ ഉള്ള ആ വർണ്ണപ്പകിട്ടും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് അത് അന്വേഷണത്തിന് ആവശ്യമില്ല എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ ധിക്കാരപരമായിട്ടുള്ള മറുപടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തുകൊണ്ട് ചെയ്തില്ല? അതൊരു തെളിവല്ലേ. ഇനി വേറൊരു കാര്യമെന്ന് പറയുന്നത്, പ്രതിയുമായി കണക്ട് ചെയ്ത് എല്ലാം സാഹചര്യ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഡയറക്റ്റ് ഐ വിറ്റ്നസ് ഒന്നുമില്ല ഈ സംഭവങ്ങൾക്കൊന്നും. ഡയറക്റ്റ് ഐ വിറ്റ്നസ് ഒന്നുമില്ല. അപ്പം മുഴുവൻ സാഹചര്യ തെളിവുകളാണ്. ഈ സാഹചര്യ തെളിവുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെളിവാണ് ഫോറൻസിക് റിപ്പോർട്ട്. ആ ഫോറൻസിക് റിപ്പോർട്ട് അല്ലെങ്കിൽ ഫോറൻസിക് എവിഡൻസ് അത് ഇത്ര അലക്ഷ്യമായിട്ടാണ് അവർ കണക്കാക്കിയിരിക്കുന്നത്. ഇനി പ്രതിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഏക തെളിവ് എന്ന് പറയുന്നത്, അവിടെ ഒരുപാട് ആയുധങ്ങൾ 8-10 ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് പോലീസിൻ്റെ കേസ്. വെട്ടുകത്തി ഉപയോഗിച്ചു, മഴ ഉപയോഗിച്ചു, കത്തി ഉപയോഗിച്ചു, പിന്നെ അവിടെ ആ വീടിനകത്തുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും എടുത്തിട്ടില്ല. മഴയൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കൊണ്ടുവന്നു. അല്ല, അതിലേക്ക് ഞാൻ വരാം. അതിലേക്ക് ഞാൻ വരാം. അതിൻ്റെ കാര്യത്തെക്കുറിച്ചും പറയാം. അതും സംശയത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല ആയുധങ്ങളും ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഈ ആയുധങ്ങളിലൊന്നും തന്നെ ഫിംഗർ പ്രിന്റുകൾ, പ്രതിയുടെ ഫിംഗർ പ്രിന്റുകൾ ഒന്നും ഒരു ആയുധത്തിലുമില്ല. പ്രതിയുടെ ഫിംഗർ പ്രിന്റ് ഒരൊറ്റ ആയുധങ്ങളിലില്ല. രണ്ടാമത്തെ കാര്യം, ആ വീട്ടിൽ തന്നെ ആകെ ഒരൊറ്റ സ്ഥലത്ത് നിന്ന് മാത്രമാണ് 3 ചാൻസ് ഫിംഗർ പ്രിന്റ് കിട്ടി. അതിൽ ഒരെണ്ണം മാത്രമാണ് പ്രതിയുടേതായിട്ട് മാച്ച് ചെയ്തത്. അതെന്തിൻ്റെയായിരുന്നു? അത് ലളിത ജെയിനെ, അവിടെയാണ് അടുത്ത ഒരു പ്രോസിക്യൂഷൻ ഈ അന്വേഷണത്തെ സംശയദൃഷ്ടിയിലേക്ക് എത്തേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ലളിത ജെയിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ നിന്ന് പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്നും ആണ് ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിയത്. അത് പ്രതിയുടെ ഈ ലിറ്റിൽ ഫിംഗറിൻ്റെ ഈ ഭാഗം ആണ് കിട്ടിയത് എന്ന് പോലീസിൻ്റെ കേസ്. അതാണ് ആകെ ഒരു ഫിംഗർ പ്രിന്റ്. അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് അതിൻ്റെ രസം എന്ന് പറയുന്നത് അതല്ല. ആകെ ഒരൊറ്റ ഫിംഗർ പ്രിൻ്റാണ് കിട്ടിയത്. ലളിത ജെയിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്നും കിട്ടിയെന്നാണ് പോലീസിൻ്റെ കേസ്. ലളിത ജെയിനെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് എപ്പോൾ ആര് പൊതിഞ്ഞു? അതായത് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, രാത്രി 12 മണിക്ക് വീട് തീ പിടിക്കുമ്പോൾ ആദ്യം വരുന്നത് ഫയർഫോഴ്സാണ്. ഫയർഫോഴ്സ് വന്ന് ഏകദേശം 1 മണിക്കൂറോളം അവരുടെ വർക്ക് ചെയ്ത് അവർ തീ അണച്ചതിന് ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ആദ്യമായി ഈ സംഭവ സ്ഥലത്തേക്ക് പോകുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് പോകുന്നത്. അപ്പോൾ ഫയർഫോഴ്സിൻ്റെ GDയിൽ പറഞ്ഞിരിക്കുന്നത്, അവിടെ 3 കത്തിക്കരിഞ്ഞ മൃതശരീരങ്ങൾ ഉണ്ട്. ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞ 3 ശവശരീരങ്ങളുണ്ട്. ഒരു ശരീരം തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കാണുന്നു. തുണിയിൽ പൊതിഞ്ഞ, അതായത് ബെഡ്ഷീറ്റും തുണിയും പൊതിഞ്ഞ നിലയിൽ കാണുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റിലല്ല അത് പൊതിഞ്ഞിരിക്കുന്നത്. ഈ ഫിംഗർ പ്രിന്റ് കിട്ടിയിരിക്കുന്നത് ലളിത ജെയിനെ പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്നാണ്. ആ പ്ലാസ്റ്റിക് ഷീറ്റ് എവിടെ നിന്ന്? ഇനി പിന്നീട് ആദ്യം കണ്ടത് എന്ന് പറയുന്നത് PW1 ആയ ജോസ് സുന്ദരം, അതായത് കേഡർ ജിൻസന്റെ പ്രതിയുടെ അങ്കിള്. അയാളും പറയുന്നത് ഒരു തുണിയിൽ പൊതിഞ്ഞ നിലയിൽ ലളിത ജെയിൻ്റെ മൃതശരീരം ഞങ്ങൾ കണ്ടു. ആ കോടതിയിലും അയാൾ അങ്ങനെയാണ് പറഞ്ഞത്, തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടു. പ്ലാസ്റ്റിക് എങ്ങനെ വന്നു? ആ ചോദ്യത്തിന് ഉത്തരമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ തുണിയിൽ പൊതിഞ്ഞ നിലയിൽ എന്നുള്ളതിന് റെക്കോർഡുണ്ട്. ഫയർഫോഴ്സിൻ്റെ GD കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഒരു മൃതശരീരം തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കാണുന്നു. എന്നിട്ട് ഇത് മാറ്റുന്നതിന് വേണ്ടി ഈ പ്രതിയുമായി
ഫിംഗർ പ്രിൻറ്റും പ്ലാസ്റ്റിക് ഷീറ്റും ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ഫയർഫോഴ്സിലെ ഒരൊറ്റ ഉദ്യോഗസ്ഥന് സാക്ഷിയാക്കിയിട്ടില്ല. സംഭവം ആദ്യം കാണുന്ന ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരാണ്. അവരാരെയും ഈ കേസിൽ സാക്ഷിയാക്കിയിട്ടില്ല. എന്തുകൊണ്ട് സാക്ഷിയാക്കിയില്ല? ആ ചോദ്യത്തിന് ഉത്തരമില്ല. നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റില്ലേ? ഇന്ന ആൾക്കാരെ നമുക്ക് സാക്ഷികളാക്കണം? അല്ല, അതിൻ്റെ ആവശ്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി റെക്കോർഡ് വന്നിട്ടുണ്ട്. തുണിയിൽ പൊതിഞ്ഞ നിലയിലാണ്. നമ്മളിതിന് സാക്ഷി ഇത് പ്രതിക്ക് വാദിക്ക് വേണ്ടി നമ്മളിതിനെ സാക്ഷി ആക്കേണ്ടത്. അത് വാദിയുടെ ഡ്യൂട്ടിയല്ലേ, പ്രോസിക്യൂഷൻ്റെ ഡ്യൂട്ടിയല്ലേ. റെക്കോർഡ് GD ഇവിടെ കോടതിയിൽ നമ്മൾ ഹാജരാക്കി, പ്രതി ഹാജരാക്കി, വാദിഭാഗം ഹാജരാക്കിയില്ല, പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല. ഫയർഫോഴ്സിൽ നിന്ന് GD നമ്മൾ ഹാജരാക്കി, നമ്മൾ മാർക്ക് ചെയ്തു ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാരെ വെച്ച്. അവർ കോടതിയിൽ വന്ന് പറഞ്ഞു തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടു എന്നുള്ള GD ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട്, എങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് അവിടെ വന്നു? ആ ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും വന്നിട്ടില്ല. ആകെ പ്രതിയുമായി ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഏക തെളിവ് എന്ന് പറയുന്നത് ഈ പ്രതിയുടെ ഒരു ഫിംഗർ പ്രിൻ്റ് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ വന്നു. വേറെ ഒരിടത്തുനിന്നും ഒരു തെളിവും പ്രതിയിൽ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇവർ കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ മഴു. എനിക്ക് ആ മഴുവിലേക്കാണ് ഞാൻ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നത്. കാര്യം മഴു അന്ന് ഭയങ്കര ചർച്ചയായിരുന്നു. ഓൺലൈനിൽ നിന്ന് മഴു വരുത്തി, അങ്ങനെയാണ് പ്രതി കൃത്യം ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മഴു കണ്ടെടുത്തു. മഴു കണ്ടെടുത്തു. ഓൺലൈനിൽ നിന്ന് വരുത്തി എന്ന് പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ ആര് വരുത്തി? അല്ല, കേഡറിലെ കമ്പ്യൂട്ടറിൽ നിന്നില്ലേ ഇതൊക്കെ? അത് പറഞ്ഞുതരാം. അവിടെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അതായത് ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഇത് സാഹചര്യ തെളിവുകൾ പ്രകാരം ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ട ഒരു കാര്യമാണ് മോട്ടീവ്, പിന്നെ പ്രിപ്പറേഷൻ, പിന്നെ ഇത് ഇവർ ഓവർടാക്ട്, ഇത് ഇവർ കൃത്യം ചെയ്യുന്നത്, അത് കഴിഞ്ഞ് പ്രീവിയസ് ആൻഡ് സബ്സിക്വൻറ്റ് കോണ്ടാക്ട്. ഇത്രയും കാര്യങ്ങൾ ലിങ്ക് ചെയ്താണ് സാധാരണഗതിയിൽ പ്രോസിക്യൂഷൻ കേസ് തെളിയിക്കുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ മഴു പ്രതി വാങ്ങി എന്ന് പറയുന്നത്. മഴു വാങ്ങണമെങ്കിൽ ഈ പറയും പോലെ ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് പ്രതി മഴു വാങ്ങിയെങ്കിൽ അത് ഈ കേസുമായി, ഇല്ലെങ്കിൽ 1 മാസം മുമ്പ് പ്രതി മഴു വാങ്ങിയെങ്കിൽ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലിങ്ക് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ 2 വർഷം മുമ്പാണ് പ്രതി ഓർഡർ ചെയ്ത് ഈ മഴു വാങ്ങുന്നത്. പ്രതി ഓർഡർ ചെയ്യുന്നത് ഈ മഴു 2 വർഷം മുമ്പ്. അതിന് തെളിവുകളുണ്ടോ? ആ തെളിവാണ് കോടതിയിൽ പ്രതി ഇവർ 2 വർഷം മുമ്പേ പ്രതി മുന്നൊരുക്കം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. മനസ്സിലായില്ലേ? 2 വർഷം മുമ്പ് പ്രതി ഇവരെ കൊല്ലുന്നതിന് വേണ്ടി മുന്നൊരുക്കം നടത്തിയെന്നാണ് പറയുന്നത്. 2 വർഷം മുമ്പ് ഓർഡർ ചെയ്ത ഒരു സ്ക്രീൻഷോട്ടാണ്, പ്രതി ഓർഡർ ചെയ്ത ഒരു സ്ക്രീൻഷോട്ടാണ് എടുത്തുകൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയത്. ഇനി അതിൽ വേറൊരു കാര്യമുണ്ട്. അത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല, പേയ്മെൻറ്റ് കൊടുത്താണ് അത് വാങ്ങുന്നത്. ആര് പേയ്മെൻറ്റ് കൊടുത്തു, ആര് കൊടുത്തു എന്നുള്ളത് ഇതുവരെയും തെളിയിച്ചിട്ടില്ല. കേഡലിൽ കൊടുത്തില്ല. കേഡലിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടില്ല. അമ്മയുടെയോ അച്ഛൻ്റെയോ സഹോദരിയുടെ അക്കൗണ്ടിൽ നിന്നാണ് പൈസ പോയത്. അങ്ങനെ രഹസ്യമായ മഴു വാങ്ങണമെങ്കിൽ പ്രതി വേറെ എവിടെയെങ്കിലും പോയി വാങ്ങണം. തീർച്ചയായും. ഇനി അതല്ല, ഇത് വീട്ടിൽ കൊണ്ടുവന്ന് ഓൺലൈനിൽ വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ കാണും, മൂന്നാമതൊരാൾ അറിയും. രഹസ്യമായി ചെയ്യുന്നതിനാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, മൂന്നാമതൊരാൾ അറിയാതെ. ഇത് പൈസ ആര് കൊടുത്തു എന്നുള്ളതിന് ആ ചോദ്യത്തിന് മറുപടിയില്ല. പോലീസുകാർ അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് അന്വേഷിച്ചിട്ടില്ല. ഈ പൈസ കേഡലിൻ്റെ അക്കൗണ്ട് മുഴുവൻ അന്ന് മുതൽ ഇന്ന് വരെയുള്ള അക്കൗണ്ട് മുഴുവൻ കോടതിയിലുണ്ട്. ഞാനെടുത്ത് കാണിച്ചു. ഇത് കേഡലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇതിനു വേണ്ടി പൈസ കൊടുത്തതായി കാണുന്നില്ല ഈ ദിവസങ്ങളിലൊന്നും. ക്യാഷ് ഓൺ ഡെലിവറി അല്ല, ഡയറക്റ്റ് പേയ്മെൻ്റ് ആണ്. ഈ പൈസ ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് പോയത് എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചില്ല. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പോലീസുകാർ പറയുന്നത്. ഒന്നിനും ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല.